ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കൈറ്റ് ഉബുണ്ടു നമ്മളുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് തന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. ഇത് നല്ല ലെങ്ത് ഉണ്ടാകും, കാരണം ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫുൾ വീഡിയോ ഒന്ന് കാണുക, അതിനുശേഷം ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി കാണാം. അപ്പോൾ നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഒന്ന് റൂഫ്യൂസ് എന്ന് പറഞ്ഞതാണ്, RUFUS. അത് സെർച്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ഈ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഡൗൺലോഡ് സെക്ഷനിൽ റൂഫ്യൂസ് 3.13 പോർട്ടബിൾ എന്നുള്ള ഒരു ഇതുണ്ട്. പോർട്ടബിൾ എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർസിനാണ് പോർട്ടബിൾ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഈസി ടു യൂസ് ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. ഇനി നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം, ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യണം. അപ്പം കൈറ്റ് കേരള ഉബുണ്ടു 18.04 എന്ന് സെർച്ച് ചെയ്യാം. അതിൽ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് ഡൗൺലോഡ്സ് കൈറ്റ് എന്നുള്ള ആ ഒരു സൈറ്റിൽ നിന്നുള്ള ഡൗൺലോഡ്സിൻ്റെ ലിങ്ക് എടുക്കുക. ഈ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് സോഫ്റ്റ്വെയർസാണ് നമുക്കുള്ളത്, കൈറ്റ് GNU/Linux ആൻഡ് GNU/Linux Lite 2020. ഇതിൽ രണ്ടിലും ഒരേ പ്രോസസ്സ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണതിന് ഡൗൺലോഡ് ചെയ്യേണ്ട മാത്രമാണ് വ്യത്യാസമുള്ളത്. അതായത് GNU/Linux Liteന് 4GB പെൻഡ്രൈവ് മതിയാവും, GNU/Linux മെയിന് 8GB പെൻഡ്രൈവ് വേണം. GNU/Linux 4.5 സംതിങ് GB ഉണ്ട്. GNU/Linux Lite എന്നുള്ളത് നമുക്ക് 2.5GB സംതിങ്ങിൽ കിട്ടും. ആൻഡ് അതിൽ കുറച്ച് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം വാരി വലിച്ച എല്ലാ സോഫ്റ്റ്വെയർസും ഇടില്ല. അതിൽ ഇപ്പോൾ നമ്മളെ എക്സാമ്പിൾ ഗിംബൊക്കെ ഉണ്ട്, ഗിംബ് അങ്ങനത്തെ നമുക്ക് നെസസറി ആയ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ML ക്ലിക്ക് ചെയ്യാം ആൻഡ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ്. അപ്പം ലൈറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സേവ് ചെയ്ത്. ഇനി നമുക്ക് വേണ്ടത് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള സോഫ്റ്റ്വെയറിലേക്ക് പോകണം. അപ്പം സ്റ്റാർട്ട് സെർച്ച് ചെയ്യുക, ഡിസ്ക് സെർച്ച് ചെയ്താൽ തന്നെ ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻസ് ഉണ്ടാവും, അത് ഓപ്പൺ ആക്കാം. ആൻഡ് അതിൽ അത് ഓണായി വരാൻ കുറച്ച് നേരം എടുക്കും. സിസ്റ്റം ഇതാണ്, ഞാനിപ്പോൾ ഇനി സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് വന്നതാണോ എന്നറിയില്ല. എന്തായാലും ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഡൗൺലോഡ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഒരു ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രോസസ്സർ റെഡി ആക്കാനാണിത്. അപ്പം നമ്മൾ വിൻഡോസിൻ്റെ ഡിസ്ക് C ആണ്. അപ്പോൾ അതിൽ 243GB ഉണ്ട്. അതിൽ നിന്നൊരു 80GB നമുക്ക് ഉബുണ്ടുവിലേക്ക് റിസേവ് ചെയ്യണം. അപ്പോൾ 80GB എന്ന് പറഞ്ഞാൽ ഡിസ്ക് മാനേജ്മെൻറ്റിൽ 243GB ആണുള്ളത്. അപ്പോൾ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷ്രിങ്ക് വോളിയം അടിക്കുക. അത് വെയിറ്റ് ചെയ്യുക. അത് സിസ്റ്റം ക്വാളിറ്റിനെ അനുസരിച്ച് ഇപ്പം കുറച്ച് ടൈം എടുക്കും. വന്നിട്ടുണ്ട്. ഇതിലിപ്പം നമുക്ക് ഡീഫോൾട്ടായിട്ട് അത് ഫുള്ള് അതിലുള്ള അവൈലബിൾ സ്പേസ് ഫുള്ള് ഇങ്ങോട്ട് ഉബുണ്ടുവിലേക്ക് മാറ്റാനുള്ളത്. ഇത് ഉബുണ്ടുവിലേക്ക് നമുക്ക് ഒരു CD ഉണ്ടാക്കി കൊടുക്കുകയാണ്, അതിലേക്കാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം 30GB മുതൽ 100GB വരെ എത്ര കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 80GB ആണ് കൊടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഓൺ ആക്കുക. കാൽക്കുലേറ്റർ ഓൺ ആക്കിയിട്ട് അതിൽ എത്ര ഇവിടെ MBയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്, അതാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പം കാൽക്കുലേറ്റർ ഓൺ ആക്കുക, 80 × 1024 അത് സെർച്ച് ചെയ്യാം. അപ്പം 81,920 എന്ന് ഇവിടെ അടിച്ചു കൊടുത്താലാണ് നമ്മളുടെ 80GB ഉബുണ്ടുവിലേക്ക് പോവുക. അതായത് ഒരു പുതിയ ഡിസ്ക് ഈ ഡിസ്കിൽ നിന്ന് മുറിച്ച് എടുക്കുന്നത്. 80GB വേണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 80GBനേക്കാളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 50GB ആണെങ്കിൽ 50 × 1024 എന്ന് കൊടുക്കുക. അത് അതിൽ 51,200 എന്ന് ഇവിടെ കൊടുത്താലാണ് നിങ്ങൾക്ക് 50GBയുടെ ഡിസ്ക് ആയി വരിക. 51,200 എന്ന് കൊടുത്താൽ അവിടെ 50GBൻ്റെ ഇത് വെക്കും. ഇപ്പം 80GB ആണ് പോകുന്നത്. ആൻഡ് ഞാൻ ഷ്രിങ്ക് കൊടുക്കുകയാണ്. അത് കുറച്ച് നല്ല ടൈം എടുക്കും. അപ്പം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പം 80GB കണ്ട് അൺഅലോക്കേറ്റ് മീൻസ് ഫ്രീ സ്പേസ് ഒരു സാധനമില്ല അതിൽ. ഇതിലേക്കാണ് നമ്മൾ ഇനി ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 80GB ഇനിയിപ്പോൾ നമ്മൾ ഫയൽ എക്സ്പ്ലോററിൽ പോയി നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും. റിഫ്രഷ് ചെയ്യട്ടെ ഒരു സെക്കൻഡ്. 163GB ആണുള്ളത്. 243GBയിൽ നിന്ന് 80GB നമ്മൾ എടുത്തിട്ടുണ്ട്, ഉബുണ്ടുവിലേക്ക് എടുത്ത് ഉബുണ്ടുവിൽ കൊടുത്ത്. ആൻഡ് ഉബുണ്ടു 80GB ആണുള്ളത്. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ ഇനി നമ്മൾ ഫയൽ എക്സ്പ്ലോററിൽ പോയി നോക്കിയാൽ അപ്പോൾ അവിടെ നമ്മളെ ഈ പെൻഡ്രൈവിലേക്കാണ് ഞാൻ ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഉബുണ്ടു. അപ്പോൾ അത് USB ക്രിയേറ്റ് ചെയ്യുക. ആ USB നമ്മൾ ബൂട്ട് ചെയ്യുകയാണ്. എന്നിട്ടാണ് നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ PC യിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്.
അപ്പം 16 GB പെൻഡ്രൈവാണ് എടുത്തത്. ആൻഡ് ഇതിലേക്ക് അപ്പോൾ ആദ്യം ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ ഫോർമാറ്റ് ആൻഡ് അതിൽ ഇവിടെ ഫയൽ സിസ്റ്റം എന്നുള്ളത് FAT32 ആക്കുക. ഓക്കെ, ഡീഫോൾട്ടായിട്ട് എന്തായാലും FAT32 ആണ് ഉണ്ടാവുക. എന്തായാലും ഓക്കെ ആൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ആൻഡ് അത് ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലോസ്, കംപ്ലീറ്റ് ആയി, ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഡിസ്ക് മാനേജ്മെൻറ്റിൽ 8 GB കൊടുത്തത് കൊണ്ട് നമ്മൾ അത് അങ്ങോട്ട് ഇനി പോകേണ്ട. ഇനി ആ ഉബുണ്ടുവിൻ്റെ ഉബുണ്ടു ഇൻസ്റ്റലേഷനിൽ ഏതാണോ ആ ഒരു ഇതുള്ളത് അവിടെ നമ്മൾ എവിടെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ ആൻഡ് റൂഫേഴ്സ് ക്ലിക്ക് ചെയ്യുക. റൂഫേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പം ഇപ്പോൾ ബ്ലാക്ക് വന്നത് അത് നോക്കണ്ട, അത് പെർമിഷൻ ചോദിക്കുമ്പോൾ അത് സിസ്റ്റം ഇതായതുകൊണ്ട് അത് സ്ക്രീൻ റെക്കോർഡിൽ വരില്ല, അതുകൊണ്ടാണ്. ആൻഡ് റൂഫേഴ്സ് ഓൺ ആവണം. ഓക്കെ, അപ്ഡേറ്റ്സ് ഓൺലൈൻ നോ ആൻഡ് ഓക്കെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക. അപ്പോൾ 2 പെൻഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതാണെന്ന് സ്പെസിഫിക്കലി സെലക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഇതിൻ്റെത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്കോർ ISO ഇമേജ് തന്നെയാണ്. അതിൽ പിന്നെ സെലക്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഉബുണ്ടു എവിടേക്കാണോ ഇൻസ്റ്റാൾ ചെയ്തത് അവിടെ പോയി അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ ക്ലിക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ പാർട്ടിഷൻ സ്കീം എന്നുള്ളത് നമ്മൾ GPT ആക്കുക. ഓക്കെ, GPT ആയിരിക്കും മിക്കവാറും ഉണ്ടാവും, അതാണ്. GPT വർക്ക് ആയില്ലെങ്കിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് റൈറ്റ് ISO ഇമേജ് മോഡ് എന്നുള്ളതാക്കുക. അപ്പം ISO ഇമേജ് ആണെങ്കിൽ നമുക്ക് ഈ പെൻഡ്രൈവ് ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ, നോർമലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ DD ഇമേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കോഡൊക്കെ ചെയ്തിട്ട് വേണം അത് ഫോർമാറ്റ് ചെയ്യാൻ പറ്റാം. ഓക്കെ, ISO ഇമേജ് കൊടുത്തു. ഓക്കെ, ഇതുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഓപ്പറേഷൻ. ഓക്കെ, ഫോർമാറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചതാണ്. എന്തായാലും നമ്മൾ ആ ഫയലൊന്നുമില്ല, അതിൽ ഫോർമാറ്റ് ചെയ്തതാണ്. ഓക്കെ, സ്കിപ്പിംഗ്. ഓക്കെ, നമ്മുടെ പെൻ ഡ്രൈവ് റെഡി ആയിട്ടുണ്ട്. റെഡിന്ന് കാണുന്നുണ്ടല്ലോ. ആൻഡ് ലൈവ് USB. ഓക്കെ, ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 15 GB ഫ്രീ എന്നുള്ളത് നോക്കണ്ട. ഓക്കെ, 12.5 GB ഫ്രീ. അതിൽ നമ്മളെല്ലാ ഫയൽസും ഉണ്ടാവും. അതിലിതാ ഉബുണ്ടു മുതൽ ഓട്ടോ റൺ, MD5 എല്ലാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആൻഡ് പവർ ഷട്ട് ഡൗൺ. ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്യുമ്പം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഷട്ട് ഡൗൺ ആവുന്നുണ്ട്. ഷട്ട് ഡൗൺ ആകുമ്പോൾ ഇപ്പോൾ ഈ കീബോർഡ് ലൈറ്റ്, ബാക്ക് ലൈറ്റ് ആണെങ്കിൽ ബാക്ക് ലൈറ്റ്, അല്ലെങ്കിൽ പവർ കീമേൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഓഫ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഫുള്ളായിട്ട് ഓഫ് ആവുക. ഇപ്പോൾ ഞാൻ എൻ്റെ USB ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം, ഓഫ് ആവണ വരെ വെയിറ്റ് ചെയ്യാം. ആൻഡ് അത് ഓഫായിട്ടുണ്ട്. ഇനി നമ്മൾ ഓണായ അപ്പം തന്നെ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത അപ്പം തന്നെ ഈ F12 എന്നുള്ള ബട്ടൺ, ഈ ലാപ്പിൽ F12 എന്നാണ് ഇതിലുള്ളത്. ഓരോ ലാപ്പിനും വ്യത്യാസം ഉണ്ടാവും, ഓരോ ബ്രാൻഡിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ കീൻ്റെത് ഞാൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത് ബൂട്ട് മാനേജറാണ് ഓൺ ആക്കിയത്, ബൂട്ട് മാനേജർ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഏത് കീ ആണെന്നുള്ള ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ USB ഉള്ള OS എന്നുള്ളത് ബൂട്ടബിൾ ഡിസ്ക്, Linplus Lite, ജനറൽ USB ഫ്ലാഷ് ഡിസ്ക്. ഓക്കെ, അതിലാണ് ഇപ്പോൾ ഉബുണ്ടു ഉള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന ഉബുണ്ടു അത് നിങ്ങളിൽ വരില്ല. അത് ഞാനൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അവിടെ ഒരു ബഗ്ഗായിട്ട് കിടക്കുകയാണ്. ഓക്കെ, ഈ Linplus Liteലാണ് ഇപ്പോൾ ഇതുള്ളത്. ആൻഡ് എൻ്റർ അമർത്തുക. ഓക്കെ, എൻ്റർ. ഇവിടെ മൗസ് കിട്ടൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബയോസ് ഗ്രബ് വരും. ഗ്രബ് മീൻസ് ഇങ്ങനെയുള്ളതാണ്. അപ്പം ഇതിൽ ട്രൈ ഉബുണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിങ് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നുള്ളതുണ്ട്. അത് പെട്ടെന്ന് തന്നെ താഴത്തോട്ടാക്കണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രൈ ഉബുണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിങ് എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്യണം. ഓക്കെ, അതിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ട്രൈ ഉബുണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിങ് എൻ്റെ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് അതിൽ ഒന്ന് ഓണായി വരാൻ കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഉബുണ്ടു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അത് ലോഡാവുന്ന ഒരു സൈന് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ആ പോയിൻറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യണ ആ ഒരു ഇത് കാണുന്നുണ്ട്, ലോഡാവുന്നുണ്ട്. ആൻഡ് അപ്പം ഇനിയിപ്പോൾ ആ എറർ വന്നത് നിങ്ങൾ നോക്കണ്ട, അത് എന്തോ അതൊരു ബഗ്ഗാണ്, ഫുൾ ബഗ്ഗാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ടൈം എടുക്കുന്നുണ്ട്. അപ്പം അത് ഓക്കെ, മൗസ് പോയിൻ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉബുണ്ടുവിലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് മീൻസ് മൗസ് പോയിൻ്റർ മറ്റോടത്ത് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഉബുണ്ടുവിലേക്ക് വന്നിട്ടുണ്ട്. വൈഫൈ നെറ്റ്വർക്ക്സ് അവൈലബിൾ, ഇൻസ്റ്റാൾ ഉബുണ്ടു 18.04. ഓക്കെ, ഈ ഇൻസ്റ്റാൾ ഉബുണ്ടു ആൻഡ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പെൻഡ്രൈവ്. പക്ഷേ ആ പെൻഡ്രൈവ് പുറത്തോട്ട് ഊരിയാൽ അത് ഓഫായി പോകും. ഇപ്പോൾ നമ്മളൊരു ഫോണിൽ ഒരു SD കാർഡ് തൊട്ട് കുത്തിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാതെ അത് പോവാം. ഇപ്പോഴാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഇൻസ്റ്റാൾ ഉബുണ്ടു ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ഉബുണ്ടുവിൽ നമുക്ക് ലാംഗ്വേജസ് സെലക്ട് ചെയ്യാം. അതിൽ മലയാളം വരെ ഉണ്ട്. പക്ഷേ ഞാൻ ഇൻസ്റ്റാൾ എന്തായാലും നല്ലത് നമുക്ക് മലയാളം ഇതാ ഇവിടെ. ആൻഡ് ഓക്കെ, ബട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തായാലും ഇംഗ്ലീഷ് തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ആൻഡ് കണ്ടിന്യൂ. അതിൽ ഇനി ഇംഗ്ലീഷ് കീബോർഡ് ലേഔട്ട് ഏതാണ് സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് UK കൊടുത്ത്, പിന്നെ ഞാൻ വേറൊരു സബ് ലേഔട്ട് എന്ന് പറയാം. അപ്പോൾ ഇംഗ്ലീഷ് UK എക്സ്റ്റെൻഡഡ് വിത്ത് വിൻ കീസ്. ഇപ്പോൾ നമ്മൾ വിൻഡോസ് കീ എന്നുള്ള വിൻഡോസ് സ്റ്റാർട്ട് ബട്ടൺ എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി യൂസ് ചെയ്തിട്ട് അതിന് ഉബുണ്ടുവിൽ സൂപ്പർ കീ എന്നാണ് പറയുക. അതും കൂടി യൂസ് ചെയ്തിട്ടുള്ളൊരു കീബോർഡായിട്ട് അതിനോട് നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ Ctrl+A അടിക്കുന്നതിന് പകരം സൂപ്പർ A അടിച്ചാൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഹലോ സെർച്ച് ചെയ്ത് ഓക്കെ കണ്ടിന്യൂ. ആൻഡ് ഇതിൽ നോർമൽ ഇൻസ്റ്റാളേഷൻ, മിനിമൽ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. ഇതെപ്പോൾ നോർമൽ ഇൻസ്റ്റാളേഷൻ കൊടുക്കണം. മിനിമൽ ഇൻസ്റ്റാളേഷനിൽ ഒരു സോഫ്റ്റ്വെയർസ് ഉണ്ടാവില്ല. നമുക്ക് വെബ് ബ്രൗസർ, മൂവി കാണാൻ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഡെയിലി ഡ്രൈവർ അല്ലാതെ യൂസ് ചെയ്യാൻ ബ്രൗസറിന് മാത്രം വേറെ ഉബുണ്ടു ഉണ്ട് എന്ന് പറയാൻ മാത്രമാണെങ്കിൽ നമുക്ക് മിനിമൽ ഇൻസ്റ്റാളേഷൻ എടുക്കാം. ഡൗൺലോഡ് അപ്ഡേറ്റ്സ് വൈൽ ഇൻസ്റ്റാളിങ് ഉബുണ്ടു എന്നുള്ളത് ഓഫ് ആക്കണം. അത് കുറച്ച് ടൈം എടുക്കും. ആൻഡ് ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഫോർ ഗ്രാഫിക്സ് അത് വേണം. അത് ഓക്കെ, ഫസ്റ്റ് ഡൗൺലോഡ് അപ്ഡേറ്റ്സ് വേണ്ട, ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി വേണം. ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, അത് വന്നിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാൾ ഉബുണ്ടു അലോങ് സൈഡ് വിൻഡോസ് ബൂട്ട് മാനേജർ എന്നുള്ളത് ഡുവൽ ബൂട്ട് ചെയ്യുക. ഡുവൽ ബൂട്ട് മീൻസ് വിൻഡോസും ഉബുണ്ടും രണ്ടും ഒപ്പരം ഒരേ PC-യിൽ ഒപ്പരം മീൻസ് രണ്ടും ഒരേ ടൈമിൽ തന്നെ PC-യിൽ ഉണ്ടാവും, ഒന്നേ യൂസ് ചെയ്യുക. ആൻഡ് എറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു. അപ്പോൾ വിൻഡോസ് ഫുള്ളായിട്ട് ഒഴിവാക്കുകയാണ്. വിൻഡോസ് ഒഴിവാക്കി ഉബുണ്ടു മാത്രം എടുക്കുകയാണ്. അപ്പോൾ എറേസ് ഡിസ്ക്. ഇപ്പോൾ എന്തായാലും ഞാൻ ഇൻസ്റ്റാൾ ഉബുണ്ടു അലോങ് സൈഡാണ് എടുത്തത്. ഓക്കെ, ഇൻസ്റ്റാൾ ആവും. ആൻഡ് ഇതിൽ ചേഞ്ചസ് ടു ഡിസ്ക് അത് അതിപ്പോൾ നമ്മൾ അൺഅലോക്കേറ്റഡ് സ്പേസ് ആണ്. ഓക്കെ, അത് A64. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. നേരത്തെ ഉണ്ടാക്കിയ പാർട്ടീഷൻ അൺഅലോക്കേറ്റഡ് സ്പേസിലേക്കുള്ളതാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ആൻഡ് അത് വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം സോൺ ഏതാണെന്ന് ചോദിക്കുന്നത്. വേറെ അയ്യോ ടൈം സെറ്റ് ചെയ്യാനാണ്. ഇത് നേരത്തെ ലുക്ക് ചെയ്താൽ അത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ കേരളയ്ക്ക് ഒരു നിയറസ്റ്റ് ആയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ടൈം സോൺ ഇന്ത്യയിൽ എവിടെ ക്ലിക്ക് ചെയ്താലും അത് കൊൽക്കത്ത തന്നെ ആയിരിക്കും. പക്ഷേ കേരളത്തിൽ അവിടെയാണ് റീജിയൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് കണ്ടിന്യൂ. ഇതിൽ നമ്മളുടെ യുവർ നെയിം, കമ്പ്യൂട്ടേഴ്സ് നെയിം, പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് കറക്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സീരീസ് ആണ് കൊടുക്കുന്നത്. ഒന്നുമില്ല, എസ്പെഷ്യലി ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ് നെയിം ലെനോവോ V330. പിന്നെ യൂസർ നെയിമിൽ അത് സെയിം എന്നോട്ടെ, അതൊന്നും ഒരു വിഷയമൊക്കെയാണ്. പാസ്വേഡ് എന്തായാലും കൊടുക്കണം, അത് കൊടുക്കാതെ വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തൽക്കാലത്തിന് പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചെയ്തിട്ടുണ്ട്. ആൻഡ് കൺഫേം പാസ്വേഡ് ചെയ്യുക. ഇതിൽ ഇനിയുള്ളത് ലോഗിൻ ഓട്ടോമാറ്റിക്കലി റിക്വയർ മൈ പാസ്വേഡ് ലോഗിൻ. ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്ത് ഓൺ ആക്കുമ്പോൾ ലോഗിൻ ഓട്ടോമാറ്റിക് പാസ്വേഡ് ചോദിക്കാതെ ലോഗിൻ ചെയ്യണോ അതോ പാസ്വേഡ് ചോദിച്ചിട്ട് എപ്പോൾ നോക്കിയാലും പാസ്വേഡ് ചോദിച്ചിട്ട് ചെയ്യണോ എന്നാണ് ചോദിച്ചത്. അത് മറ്റേ വിൻഡോസിൽ ഇപ്പോൾ എന്തായാലും പാസ്വേഡ് വേണം ലോഗിൻ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ കുറച്ച് ടൈം എടുക്കും, കുറച്ചല്ല നല്ലോണം ടൈം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഓക്കെ, നല്ലോണം ടൈം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്തെങ്കിലും വായിക്കണമെങ്കിലൊക്കെ വായിക്കാം. യൂസർ മാനുവലും എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ ഫസ്റ്റ് ഉബുണ്ടുവിലേക്ക് വരുന്ന ആൾക്കുള്ളതാണ്. അപ്പം അത് എല്ലാവർക്കും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതിലിപ്പോൾ ജിംബ്, ഷോർട്ട് വെല്ല്, പിറ്റ്വി. ഷോർട്ട് വെല്ല് എന്നുള്ളത് കളർ ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ജിംബ് എന്നുള്ളത് ഫോട്ടോഷോപ്പിൻ്റെ ഓൾട്ടർനേറ്റ് ആണ്. പിറ്റ്വി ആൻഡ് ഇതൊന്നുമില്ല, ഇത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആൻഡ് ഓക്കെ, നമുക്ക് കാത്തിക്കാം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇൻസ്റ്റലേഷൻ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യണോ കണ്ടിന്യൂ ടെസ്റ്റിങ്, അതായത് കണ്ടിന്യൂ ടെസ്റ്റിംഗ് പറഞ്ഞാൽ ഇനി യൂസ് ചെയ്യാൻ, ഇപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ, പിന്നെ റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇതിൽ ഇൻസ്റ്റാൾ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. റീസ്റ്റാർട്ട് ആൻഡ് അത് ഓഫ് ആവുന്നുണ്ട്. ഓഫായി ഓൺ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം പോയിൻറ്റ്സ് പോകുന്നുണ്ടല്ലോ, അത് കാണുന്നുണ്ടല്ലോ. ആൻഡ് ഓക്കെ, അത് ഓഫായി, സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൺ ആവുമോ നോക്കട്ടെ, സെക്കൻഡ്. ഓക്കെ, ഓണായി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺ അടിക്കാം. ഡൗൺ ഓർ അപ്പോൾ എന്തെങ്കിലും അടിക്കാം. അപ്പം ഇത് നമുക്ക് കാണാൻ തോന്നുന്നുണ്ട് ഉബുണ്ടു അഡ്വാൻസ് ഓപ്ഷൻ ഫോർ ഉബുണ്ടു വിൻഡോസ് ബോർഡ് മാനേജർ. ഇതിൽ ഇപ്പം നമ്മൾ ഏതാണോ യൂസ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത്. എപ്പോഴും പി സി ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇത് ചോദിക്കും ഉബുണ്ടാണോ വിൻഡോസ് ബോർഡ് മാനേജർ. ഇപ്പോൾ ഇത് കുറേ നേരം ഉബുണ്ടുവിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിന്നാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ട്രൈ ഉബുണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിങ്ങിൻ്റെ അവിടെ വന്ന് എൻ്റർ ആക്കാതെ നിന്നാൽ ഉബുണ്ടു ഓണാവും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ ഓണായ അപ്പം ഈ ഗ്രബ് കാണിച്ച അപ്പം ഡൗൺ അടിക്കാം. ആൻഡ് ഇതിൽ വിൻഡോസ് 3 അതങ്ങനെ ഫസ്റ്റിലെത്താമെന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, ആൻഡ് ഉബുണ്ടു സെലക്ട് ചെയ്തിട്ടുണ്ട്. ഉബുണ്ടു ഓൺ ആവുന്നുണ്ട്. ആൻഡ് ഓക്കെ, ലെനോവോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെനോവോ മാറിയിട്ട് ഇപ്പോൾ ഉബുണ്ടുവിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ഉബുണ്ടു ബൂട്ടാവുന്നുണ്ട്. ഇപ്പോൾ അതാ ആ പോയിൻറ്റ്സ് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പം മൗസ് പോയിൻ്റ് വന്നെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഉബുണ്ടുവിലേക്ക് എത്തിയെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ്. അപ്പം മൗസ് പോയിൻ്റ് വന്ന് വെച്ചാൽ എന്താ ടൈം എടുത്തത് എനിക്കറിയില്ല. ഓക്കെ, മൗസ് പോയിൻ്റ് വന്ന് ഇനി പെട്ടെന്ന് തന്നെ വേറെ വരും, നോക്കാം. ആൻഡ് അതിൽ ഇപ്പം വൈഫൈ നെറ്റ്വർക്ക്സ് അവൈലബിൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അപ്പം ഓരോ സിസ്റ്റമിൻ്റെ റാം, ക്വാളിറ്റി, പ്രൊസസ്സർ ഒക്കെ അനുസരിച്ചുണ്ടാവും. ഇപ്പോൾ ഇതാ ഉബുണ്ടുവിലേക്ക് ബൂട്ടാണ്. ഇത് ഫസ്റ്റ് ബൂട്ട് ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല. ഇപ്പോൾ നമുക്ക് പെൻഡ്രൈവ് ഇവിടെ കാണാം. ഓക്കെ, ഇതിൽ നമുക്ക് ശരിക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതവിടെ വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പം ഗ്രാഫിക്സിൽ ഗിംബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.